പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 2025 ഒരു വലിയ അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ആദ്യമേ തന്നെ ഇന്ന് പാതിരാ കുർബാനയ്ക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ദിനം. ദൈവമേ, ഈ ഒരു വർഷക്കാലം ഒരു വലിയൊരു ദൈവ ചൈതന്യം, ഒരു യേശുവിന്റെ ഒരു അനുഭവം, യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇന്നലെ ശരിക്കും നമ്മുടെ സെൻട്രൽ നൈറ്റ് വിജിലായിരുന്നു കേട്ടോ. എന്നിട്ട് ശരിക്കും കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഭയങ്കരമായ ദിവ്യകാരുണ്യ സന്നിധിയിൽ എത്രമാത്രം നമ്മൾ സമയം ചെലവഴിക്കണം, അത്രമാത്രം പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ സമയം, ഒരു മണിക്കൂറെങ്കിലും സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ വർഷത്തിലെ ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും മിനിമം ദിവ്യകാരുണ്യ സന്നിധി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈ ഒരു പുതുവർഷത്തിന് പറ്റിയൊരു വചനമാണ്. സങ്കീർത്തന പുസ്തകം 103:13 വചനം വെളിപ്പെടുത്താണ്: പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. പിതാവിന് എങ്ങനെയാണ് ഒരു പിതാവിന് മകനോടെന്ന പോലെ കർത്താവിന് അലിവ് തോന്നുന്നത് തന്റെ ഭക്തരോടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഈ ഒരു വർഷത്തിലെ ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ഇത് ക്രമീകരിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് വലിയൊരു ബ്ലെസ്സിങ്ങിന് കാരണമാകും. ഈ ഒരു വർഷം നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ മേലെ, അതായത് ഈശോ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നോക്കിയേ, നാളെ നമ്മുടെ സെന്ററിലെ ആദ്യത്തെ, ഈ 2025 ആദ്യത്തെ ശുശ്രൂഷയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.